This is Remya. Welcome back to my kitchen. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കാര ചട്നിയാണ്. അതിനു വേണ്ടിയിട്ട് വറ്റൽ മുളക് എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി. എനിക്ക് കുറച്ച് എരിവ് ജാസ്തി വേണം, അതുകൊണ്ട് കുറച്ച് അധികം മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളി, 1 ഒനിയൻ, 3 ടൊമാറ്റോ, ഒരു ഇത്തിരി പുളി, പിന്നെ ചനാദാലും ഉറുദാലും, പിന്നെ ഉപ്പ്, ഓയിൽ ആവശ്യത്തിന്. സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചോളൂ. കടലപ്പരിപ്പും ഉഴുന്നും ഇടണം ഒന്നിച്ച്. ആ ചൂടായ എണ്ണയ്ക്ക് ആ ഗാർലിക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലോട്ട് ഉള്ളി, ഉള്ളി ഒന്ന് ഈവൻ ആക്കിക്കോളും. ബോട്ടം അതിൻ്റെ മുകളിൽ തക്കാളി ഒന്ന് ഈവൻ ആക്കിക്കോളും. മുളക്, പുളി എല്ലാം ഞാൻ ഒന്നിച്ച് കുക്കറിൽ ഇടുക ചെയ്തിരിക്കണം. ആവശ്യത്തിന് ഉപ്പിട്ടോളൂ. കുക്കർ അടച്ചിട്ട് ഒരു 4 or 5 വിസിൽ വന്നോട്ടെ. ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടില്ല. ആ തക്കാളിയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിക്കോളൂ. അതിൽ ഇതിന് 2ാമത്തെ വിസിലാണ്. ഇനിയൊരു 3 എണ്ണം കൂടി വരട്ടെ. ഇൻ കേസ് എങ്ങാനും ബേൺ ചെയ്യുന്ന സ്മെല്ലോ മറ്റോ വന്നു വെച്ചാൽ ഓഫ് ചെയ്തോളൂ കേട്ടോ സ്റ്റവ്. മൂന്നായി. നാലായി. 5. ഒരെണ്ണം കൂടി വന്നാൽ ഞാൻ ഓഫ് ചെയ്യും. 6 ഞാൻ ഓഫ് ചെയ്യണം. ഇനി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ പ്രഷർ റിലീസ് ചെയ്യണതില്ല. നമുക്ക് തുറക്കാം. കണ്ടോ, ഒന്നും കരിഞ്ഞിട്ടോ ഒന്നുമില്ല. ഇനി നല്ലോണം ചൂട് പോട്ടെ, എന്നിട്ട് ഞാൻ മിക്സിയിലിട്ട് അരച്ചിട്ട് വരാം. ഞാനിത് മിക്സർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഞാനത് അരച്ച് വരാം. ഞാനിത് അരച്ച് കഴിഞ്ഞു. കണ്ടുവോ, ഇത് ട്രാൻസ്ഫർ ചെയ്യണം. കണ്ടുവോ സ്ട്രക്ചർ? ഇത് കണ്ടുവോ, ചട്നി കണ്ടുവോ? ഇതാണ് ഞാൻ പറഞ്ഞ കാര ചട്നി. എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇനി നമുക്ക് തടുക്കിടണം. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഒരു ഇത്തിരി ശർക്കരയോ അല്ലെങ്കിൽ ഒരു ഇത്തിരി പഞ്ചസാരയോ ഇടാം. ഞാൻ ഇടാറില്ല, പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ അത് ആഡ് ചെയ്യാറുണ്ട്. ഇനി കടുക് വറുക്കാം കേട്ടോ. ഇത്തിരി എണ്ണ ഒഴിച്ചോളൂ. 2 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ ഉഴുന്ന്, 1/2 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടി തുടങ്ങിയ ഒരു പിഞ്ച് ഹിങ് മതി. അധികമൊന്നും വേണ്ട, ഒരു ഇത്തിരി ഹിങ് മതി. ഇട്ടോളൂ. ഓഫ് ചെയ്തോളൂ ഇമ്മീഡിയറ്റ്ലി. നമുക്കിനി കടുക് വറുത്ത് വെച്ചത് ചട്നിയിലിടാം. എന്താ ഒരു ഭംഗിയെന്ന്.
കടുക് വറുത്തിടുമ്പോൾ ആ ചട്നിക്ക് അതിൻ്റെ ആ ഒരു ഫ്ലേവറേ കിട്ടുക. ഇതാ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.